യെസ്, പാണക്കാട് ഹൗസിൽ നിന്ന് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും കന്റോൺമെന്റ് ഹൗസിലേക്ക് വരും. പാണക്കാട് തങ്ങളെ അദ്ദേഹം സന്ദർശിച്ചു, നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു. ഒപ്പം ഇനിയും ഉഭയകക്ഷി ചർച്ച നടത്തേണ്ടതുണ്ട്. ഉഭയകക്ഷി ചർച്ച കന്റോൺമെന്റ് ഹൗസിൽ തന്നെ നടക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ്, നമ്മളോടിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ചർച്ചകൾ. ഇപ്പോൾ വെറും സന്ദർശനം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ, ഔപചാരികമായിട്ടുള്ള ചർച്ചകൾ ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി അല്പസമയത്തിനകം, ഏതാനും മിനിറ്റുകൾക്കകം പൈലറ്റ് വാഹനത്തിന്റെ ഓണടി കേൾക്കുന്നുണ്ട്. യെസ്, അവിടെ നിന്നും പാണക്കാട് ഹോൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് എത്തും. ഇതൊരു ഹ്രസ്വ സന്ദർശനം, ഒന്ന് കാണാൻ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നില്ല. യെസ്, അതായത് പാണക്കാട് തങ്ങളെ കണ്ട് അഭിവാദ്യം അർപ്പിക്കുക ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം ലീഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു ആദരത്തിന്റെ സ്വഭാവമുണ്ട് നിശ്ചയമായും. അതിനുശേഷം ചർച്ചകൾ ഇവിടെ തന്നെയാണ് നടത്തുക. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഒരു വിസിറ്റാണ്. പാണക്കാട് തങ്ങളെ നിയുക്ത മുഖ്യമന്ത്രി വിസിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഉഭയകക്ഷി ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഒരു ഘടകകക്ഷിയുമായിട്ടുള്ള ചർച്ചയും പൂർണ്ണമായിട്ടില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ RSPയുടെ പ്രതിനിധികളെ കണ്ടു, അതുപോലെ തന്നെ CP ജോൺ, അനൂപ് ജേക്കബ്, സകല നേതാക്കളെയും. അനൂപ് ജേക്കബ് അവരുടെ ഒന്നും കാര്യത്തിൽ, CP ജോണിന്റെ ഒന്നും കാര്യത്തിൽ, എണ്ണത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ വകുപ്പുകളുടെ കാര്യത്തിൽ കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും അവർ രണ്ടെന്ന് പറയുമ്പോഴും ഒന്നിൽ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു. അതിലും എണ്ണത്തിൽ കാര്യമായ തർക്കത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. ചീഫ് കൂടി കൊടുത്താൽ അവർ ഓർക്കെയാണ്. പക്ഷേ ലീഗിന്റെ കാര്യത്തിലാണ് ഈ പറയുന്ന 4-5 എന്നുള്ള കണക്കിൽ നിൽക്കുന്നത്. 5 എന്നുള്ളത് തന്നെയാണ് അവസാനത്തെ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു.